അപ്പോൾ ഇതിൽ പറയുന്നത് ഇപ്പം ഞാൻ എഴുതിയൊരു പോയമാണ് ഇത്, മലയാളത്തിലുള്ളൊരു പോയമാണ്. അപ്പോൾ എൻ്റെ ഒരു അധ്യാപകനുണ്ട്, ആളാണെങ്കിൽ ബ്ലൈൻഡാണ്. അപ്പോൾ ആളുമായിട്ട് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ കാണുന്നത് വിഷ്വൽ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും അവർ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല നമ്മുടെ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അവർ വേറൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ സംസാരിക്കാനായിട്ട്, ഇല്ല അറിവിന് വേണ്ടിയിട്ട് അവർ വേറൊരു ഒരു ഇന്ദ്രിയത്തെയാണ്, ടച്ച് എന്ന് പറഞ്ഞൊരു കാര്യത്തെയാണ് അവരെടുക്കുന്നത്. അപ്പോൾ ടച്ച് എങ്ങനെയാണ് നമ്മളിൽ വർക്കാവുന്നതിനൊരു കാര്യത്തെയാണ് ഞാൻ പിന്നീട് ശ്രദ്ധിച്ചത്. നമ്മൾ അവഗണിക്കുന്ന പല രീതിയിലുള്ള ടച്ചുകളെയും, അല്ലെങ്കിൽ അവരെപ്പോലുള്ള ആളുകൾ അതിനെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അവരുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ അതുമായിട്ട്, അല്ലെങ്കിൽ ആ ചെറിയ ടച്ചിൽ എങ്ങനെ അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബ്ലൈൻഡ് സ്കൂളിൽ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക രീതിയിൽ അവർ തമ്മിൽ അറിയാതെ കൂട്ടിമുട്ടുന്ന ആ മുട്ടലുകളിലൂടെയാണ് അവരുടെ ആശയ കൈമാറ്റവും, അല്ലെങ്കിൽ അവരുടേതായ ഒരു ഒരു സംസാരവും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഒരു പ്രത്യേക രീതിയിലുള്ള ടച്ചിനെ മാത്രം ടച്ചായിട്ട് അംഗീകരിക്കുന്നുള്ളൂ.